ഇന്ന് സൺഡേ അല്ലേ, കുറച്ചധികം ഡ്രസ്സുകൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഉണക്കാൻ പറ്റില്ല, കാരണം വിൻ്റർ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ലോണ്ടറി പോയിട്ടാണ് ഉണക്കുക. അപ്പം കുറച്ചധികം ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ 3 പാക്കറ്റ് ഡ്രസ്സ് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ജപ്പാനിലെ ലോണ്ടറി ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മൾ അവസാനം ലോണ്ടറിയിലെത്തി. ഡ്രൈ ആക്കാനുള്ള ഡ്രസ്സൊക്കെ ലോണ്ടറിക്കകത്തേക്ക് ഇട്ടു. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 14 kg ഒരു ലോണ്ടറിയാണ്. ഇതാ ഇത്രയും ഡ്രസ്സ് നമുക്ക് ഉണക്കിയെടുക്കാനുണ്ട്. ഓൾറെഡി അതിൽ 100 എണ്ണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ആണ് ഇത് ഡ്രൈ ആവുക. നമുക്കത് പോരാന്നുണ്ടെങ്കിൽ ഒരു 100 എണ്ണയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് 20 മിനിറ്റ് ആകും. അപ്പോൾ നമുക്ക് ഇത് പോരാ, നമുക്കൊരു 30 മിനിറ്റ് ഇത് ഡ്രൈ ആവണം. ഞങ്ങൾക്ക് ഡ്രൈ ആക്കേണ്ട ഡ്രസ്സിന്റെ വെയിറ്റ് ഒന്നും നമ്മൾ നോക്കിയില്ല. എന്തായാലും നമ്മളൊരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ജപ്പാനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ. അങ്ങനെ ഇതാ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഉണങ്ങിയോ എന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം പുറത്തേക്ക് എടുക്കാൻ സമയമായി. ഇതാ ഇത്രയും ഡ്രസ്സുകൾ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ഡ്രസ്സ് നമ്മൾ റീപാക്ക് ചെയ്തിട്ട് വണ്ടിയിലേക്ക് കയറ്റാണ്. ഡ്രസ്സ് പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ബെഡ്ഷീറ്റ്, ബെഡ്, ഷൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് വാഷ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. പലതിനും പല പല റേറ്റ് ആണ്. അപ്പം ഈ കാണുന്നൊരു മിഷൻ ഇല്ലേ, ഇതാണ് നമ്മൾ ഷൂ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കുന്ന സ്ഥലം. ഷൂ നല്ല രീതിയിൽ വാഷ് ആക്കിയിട്ട് ഇവർ ഡ്രൈ ആക്കിയിട്ട് തരും. 200 എന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. 3 ചാക്ക്, അതായത് 3 കവർ നമ്മൾ ഡ്രൈ ആക്കിയിട്ട് ഇതാ റൂമിലെത്തിയാലുള്ള അടുത്ത പരിപാടി ഇത് തന്നെ. നല്ല നീറ്റാക്കി എല്ലാം മടക്കി ഒതുക്കി വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.